പലതരം ചേരുവകൾ. ഇന്ന് നമുക്ക് മസാല പത്തിരി തയ്യാറാക്കാം കേട്ടോ. നമുക്ക് തട്ടുകടയിൽ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ സ്ട്രക്ചറിൽ പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വീഡിയോ കംപ്ലീറ്റ് കാണാം കേട്ടോ. ഇതേ രീതിയിൽ ഉണ്ടാക്കി നോക്കാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആവശ്യക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കി ഇടാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മസാല പത്തിരിക്ക് നല്ലൊരു ടേസ്റ്റും സോഫ്റ്റ്നെസ്സും കിട്ടാനായിട്ട് 3 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. 4 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 കുഞ്ഞു വെളുത്തുള്ളി ആട്ടോ. വെളുത്തുള്ളി വലിയതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാവും. പിന്നെ നല്ല ജീരകം 1/4 ടീസ്പൂണും കൂടി എടുത്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. തേങ്ങ ക്രഷ് ചെയ്തത് ഇനി അവിടെ മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് റൈസ് ഫ്ലോർ ആണ്. പത്തിരിപ്പൊടി ആട്ടോ. സാധാരണ കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന നൈസ് ആയിട്ടുള്ള പത്തിരിപ്പൊടി. പിന്നെ വേണ്ടത് മൈദയാണ്. രണ്ടും ഓരോ കപ്പ് വീതം എടുത്തിട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്ത് വെക്കാം. ഇങ്ങനെ സ്ട്രെയിൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി, കട്ടിയൊന്നും ഇല്ലാതെ. 2 പൊടിയും കൂടി ഒരു ബൗളിലേക്ക് തന്നെയാണ് ഞാൻ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ പൊടി ഒന്ന് വാട്ടിയെടുക്കണം. പത്തിരിക്കൊക്കെ വാട്ടണ അരി വാട്ടി കുഴച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, കുക്കിംഗ് ഓയിൽ ഏതായാലും മതി, വെളിച്ചെണ്ണ ആയാലും മതി. വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടതിന് ശേഷം പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പൊടി ഇട്ടെടുത്ത ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ കയ്യിൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൽ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പൊടിയും വെള്ളമായിട്ട് നന്നായിട്ട് യോജിക്കണം. പൊടിയിട്ട് 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മറ്റൊരു കുഴക്കാൻ പറ്റിയ ഒരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലേക്കോ മാറ്റാം. ഞാനിപ്പോ പൊടി കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയ ശേഷം നമ്മൾ പൊടി വാട്ടി കുഴച്ച പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ചൂടിനെ തന്നെ കുഴച്ചെടുക്കണം. അപ്പൊ കൈ വല്ലാതെ ചൂടാവുമ്പോൾ ആ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് വീണ്ടും കുഴച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് കുഴച്ച ശേഷം ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫെനൽ സീഡ്സ് 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളാണ്, അതും കൂടി ഇട്ടെടുത്ത് ഇനി വീണ്ടും കുഴച്ചെടുക്കാം കേട്ടോ. തേങ്ങ അരച്ചത്, എള്ള്, ജീരകം എല്ലാനും പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മിക്സ് ആവണം. അപ്പോൾ നന്നായിട്ട് എല്ലാ സ്ഥലത്തേക്കും മിക്സ് ആവാനും പൊടി നന്നായിട്ട് കുഴഞ്ഞിട്ടാനായിട്ട് കുറച്ച് സമയം 2-3-4 മിനിറ്റ് മതിയാവും. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പൊ നന്നായിട്ട് ഞാനൊന്ന് കുഴച്ചെടുത്ത് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു ഡോ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ കൈ തന്നെ ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. കൈയിന്റെ പള്ള അല്ലെങ്കിൽ സൈഡ് ഉപയോഗിച്ച് ഇതേപോലെ പരത്തി കൊടുക്കാം. അപ്പൊ ഞാൻ കൈ ഉപയോഗിച്ച് തന്നെ മാക്സിമം പരത്തിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി പരത്താനായിട്ട് ഞാൻ നമ്മുടെ ചപ്പാത്തിയൊക്കെ പരത്തണ കോലിലേക്ക് കുറച്ച് പൊടിയൊന്ന് തൂക്കി കൊടുക്കാം. ഡോയുടെ മുകളിലും കുറച്ച് പൊടി തൂക്കി കൊടുത്ത ശേഷം വീണ്ടും ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. മസാല പത്തിരിയുടെ ഒക്കെ കനം നിങ്ങൾക്ക് അറിയാലോ. 1 സെന്റിമീറ്റർ കനത്തിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. അപ്പൊ ഒരുപാട് അങ്ങ് തിന്നാക്കരുത്. അപ്പൊ ഭയങ്കര ക്രിസ്പി ആയിട്ടിരിക്കും. അകത്ത് ഇച്ചിരി കട്ടിയിലിരുന്നാലാണ് ആ സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ. അപ്പൊ നല്ല ക്രിസ്പി ആയിട്ട് ഒടിച്ച് തിന്നാൻ ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് തന്നെ പരത്തി കൊടുക്കാം കേട്ടോ. മസാലപ്പത്തിരിയുടെ വലിപ്പത്തിലുള്ള ഒരു അടപ്പ അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടർ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് മാറ്റിയ ബാക്കി പൊടിയും വീണ്ടും കുഴച്ച് പരത്തിയെടുത്ത ശേഷം മസാലപ്പത്തിരിയുടെ ആകൃതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഈ പ്രോസസ്സ് കംപ്ലീറ്റ് പൊടി തീരുന്ന വരെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ പൊടി ഒട്ടും ബാക്കിയായിട്ടില്ല, കംപ്ലീറ്റ് നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം മീഡിയം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം പത്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. 1 മിനിറ്റ് എങ്കിലും വേണം കേട്ടോ ഒരു സൈഡ് വേവാനായിട്ട്. ഇതേ രീതിയിൽ കംപ്ലീറ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ.
വളരെ എളുപ്പമാണ്. ഇത് ഈവനിങ് സ്നാക്സ് മാത്രമായിട്ടല്ല, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് റെഡിയാക്കാം. ചിക്കൻ കറി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ ഇത് കൂടിയായാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കംപ്ലീറ്റ് മസാല പത്തിരിയും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ സ്ട്രക്ചറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ, പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ നാളത്തെ കഴിഞ്ഞ് മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.